السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഇമാം ഓതിയ സൂറത്തു ആലു ഇമ്രാനിലെ ആയത്തുകൾ, അതിൽ 144, 145, 146 ഉഹുദ് യുദ്ധത്തിന്റെ ദിവസം ഇറങ്ങിയ ആയത്തുകൾ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കൊല്ലപ്പെട്ടു എന്ന ഒരു കെട്ടുകഥ മുനാഫിക്കുകൾ യുദ്ധക്കളത്തിൽ പറഞ്ഞു പരത്തി. കേട്ട പാതി കേൾക്കാത്ത പാതി സഹാബത്ത് അധികം ആളുകളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസ്ഥയിലായി. ഇനി എന്ത് യുദ്ധം എന്ന അവസ്ഥയിൽ പലരും അവിടുന്ന് സ്ഥലം വിട്ടു ഓടിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ചിലരൊക്കെ മദീനയിൽ തിരിച്ചെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങിൽ, ഒരു കുഴിയിൽ വീണു. ആ കുഴി അബൂ ആമിർ എന്ന ശത്രു തലേന്ന് രാത്രി ഉണ്ടാക്കിയ കുഴിയാണ്. ആ കുഴി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. കാരണം അവിടെ പൊന്തയും ചില്ലകളും ഇലകളും ഒക്കെ കൊണ്ട് മറച്ചിരുന്നു. മറഞ്ഞ കാര്യം അറിയാത്ത ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹുവല്ലാതെ അറിയില്ല. സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വീണു. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുകയും ചെയ്തു. ഇതാണ് മനുഷ്യൻ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുമ്പും കുറെ റസൂലുമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇൻ മാത്ത, അവിടുന്ന് മരിക്കയോ ഔഖുതില കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബതും അലാ അഖാബിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണോ? വമൻ യൻഖലിബു അലാ അഖിബൈഹി, ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുവിന് അതൊരു ദോഷവും വരുത്തുകയില്ല. ഫസയജിദില്ലാഹു ശാകിരീൻ, അല്ലാഹു തീർച്ചയായും നന്ദി കാണിക്കുന്നവർക്ക് കൂലി കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല, ഒരാൾക്കും അല്ലാഹുവിന്റെ അവധിയെത്തിയാലല്ലാതെ, നിശ്ചയിക്കപ്പെട്ട അവധിയെത്തിയാലല്ലാതെ മരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദുനിയാവിന്റെ കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നാം കൊടുക്കും. അതല്ല, പരലോകത്തിന്റെ കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊടുക്കും. വളരെ 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 പ്രസിദ്ധമായ പ്രസക്തമായ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ, വഫാത്താകുന്നതിന്റെ 8 കൊല്ലം മുമ്പ് ഇറങ്ങിയ വചനമാണ്. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ 12-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നു. വളരെ വളരെ ദീനദയനീയമായ രംഗങ്ങൾ ഉണ്ടാകുന്നു. കരയുകയും വിഷമിക്കുകയും വേദനിക്കുകയും ബോധം കെടുകയും ചെയ്യുന്ന സഹാബിമാർ, ശബ്ദം നഷ്ടപ്പെട്ടു പോയ ആളുകൾ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാണ്. അപ്പോ അവിടെ ജീവൻ വെടിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പോയി എന്ന് പറഞ്ഞത്. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, അത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മരിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത്. സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട്, ആദരവിന്റെ, ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട്, അമിതത്വം കൊണ്ടാണ് സംഭവിക്കുന്നത്.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. കാരണം റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ആരെങ്കിലും റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ തല വെട്ടും, അവനെ കൊല്ലും എന്ന്. അപ്പൊ ആരും ഒന്നും മിണ്ടിയില്ല. ദൂരേക്ക് തന്റെ രണ്ടാം ഭാര്യയുടെ അടുക്കലേക്ക് പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. വിവരമറിഞ്ഞ് മടങ്ങി വന്നു. നേരെ റൂമിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുനോക്കി, ചുംബിച്ചു. മരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായി. അപ്പോൾ രണ്ട് മരണം നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങേക്ക് അല്ലാഹു നിശ്ചയിച്ച മരണം അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോഴും അങ്ങയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം, ഇപ്പോഴും അങ്ങയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു വന്ന് ഒരു പ്രസംഗം തുടങ്ങി. ആ സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ ഫഇമ്മാ തൗഖതില ഖലതും അലാ അഖാബികും ഫലൻ യദുറല്ലാഹ ശൈഅ. അല്ലാഹു അക്ബർ. ഈ ആയത്ത് കേട്ടു സഹാബത്തിന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ ആ മുഹമ്മദ് ഇതാ മരിച്ചു പോയിരിക്കുന്നു. മൻ കാന യഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കുന്നവനല്ല. അപ്പോ മരിച്ച ഒരാളെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇല്ല. മരിച്ചാൽ പിന്നെ കഴിഞ്ഞു എന്നതിലെ വ്യക്തമായ പ്രഖ്യാപനവും. ഈ ആയത്ത് ഇപ്പൊ ഇറങ്ങിയതാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് സഹാബത്ത് പറയുകയാണ്. 8 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. സന്ദർഭത്തിനനുസരിച്ച് സിദ്ദീഖുൽ അക്ബറിന്റെ നാവിലൂടെ അള്ളാഹു പുറത്തുവിട്ടപ്പോൾ അത്തരമൊരു വിചാരമുണ്ടായി. എന്നിട്ട് കുറെ ദിവസങ്ങളോളം മദീനയിലാകമാനം ഓരോരുത്തരും ഈ ആയത്തുകൾ ഇങ്ങനെ ഓതി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ആയി എന്ന് മനസ്സിനെ കൊണ്ട്, ശരീരത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അത്രയും വലിയ സ്നേഹമാണ് അവർ കാണിച്ചത്, അവർ പ്രകടിപ്പിച്ചത്. അവർക്ക് അടുത്ത റബീഉൽ അവ്വൽ 12 വന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഉറക്കൊഴിക്കുകയോ രാത്രി പ്രത്യേകിച്ച് എന്തെങ്കിലും പാടുകയോ ചാടുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ റബീഉൽ അവ്വൽ മാസത്തിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അവർ മുസ്ലിങ്ങളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുന്നവരായിരുന്നു. അവർ ഈ ആയത്ത് കേട്ടപ്പോഴോ ഏതെങ്കിലും ആയത്ത് കേട്ടപ്പോഴോ ഇത് നബിദിനാഘോഷമാണ് എന്ന് അവർക്ക് തോന്നിയിട്ടേയില്ല. കാരണം അത് ബിദ്അത്താണ്, അനാചാരമാണ്. എല്ലാ സുന്നത്തുകളും അവരെടുത്തു, എല്ലാ അമലുകളും ഇബാദത്തുകളും അവർ ചെയ്തു. തിങ്കളാഴ്ചകളിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് നോമ്പെടുത്തു. നബി എനിക്ക് ദിവസമാണ് എന്ന നിലക്ക്. അപ്പോ ഈ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ കൂട്ടുകാരോട്, നാട്ടുകാരോട്, വീട്ടുകാരോട് ഈ സത്യം വെട്ടിത്തുറന്ന് പറയണം. അവരെ ബിദ്അത്തുകളിൽ നിന്നും ശിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാവർക്കും അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.